വിവാഹവേളയിലെ സ്വർണവും പണവും വധുവിൻ്റെ സ്വന്തം എന്നൊരു വിധി വന്നിട്ടുണ്ട്. വിവാഹവേളയിൽ വധുവിന് കിട്ടുന്ന സ്വർണവും പണവും സ്ത്രീക്കുള്ള ധനമാണെന്നും അത് വധുവിൻ്റെ മാത്രം സ്വത്താണെന്നും ഹൈക്കോടതി. വധുവിന് കിട്ടിയ സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖയോ ഇല്ലാത്തതിനാൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെന്നും ഗാർഹിക പീഡന, സ്ത്രീധന പീഡന പരാതികളുടെയും വിവാഹമോചനത്തിന്റെയും ഘട്ടത്തിൽ ഉടമസ്ഥത തെളിയിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി കോടതികൾ നീതി നടപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അടിപൊളി, നല്ല വിധി, നന്നായി. ഇടുക്കോളം പൊന്നും കൊണ്ട് കയറി വന്ന പെണ്ണാണെങ്കിലും ആ പെണ്ണിന്റെ സ്വർണ്ണം എല്ലാം വിറ്റ് തോലച്ച് പുട്ടടിച്ചിട്ട് പിന്നെ ആ പെണ്ണിനെ സ്ത്രീധനത്തിന്റെ പേരിൽ ചവിട്ടി കൂട്ടുന്ന ഭർത്താവിനും വീട്ടുകാർക്കും എതിരെയുള്ള വിധി. അത് നന്നായി, പൊളിച്ച്. സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ഇതിലെ കോമഡി എന്താന്ന് വെച്ചാല്, ഒരു 10-20 വർഷം മുന്നേയൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു 40-50 പവന് സ്വർണ്ണം ആയിരിക്കും ആ പെണ്ണ് കയറി വരിക. ആ സ്വർണ്ണം എല്ലാം വിറ്റും പണയം വെച്ചിട്ട് പല ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഭർത്താവാണെങ്കിൽ സൂക്ഷിച്ചോ എന്റെ പൊന്നു മക്കളെ. നിങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് ചിലപ്പോൾ 15,000-20,000 ഒക്കെ ആയിരിക്കും സ്വർണത്തിന്റെ വില, ചിലപ്പോൾ അതിലും താഴെ ആയിരിക്കും. ഇന്ന് 80,000 റുപ്യാണ്. പണിക്കൂലിയും പണിക്കുറവും കൂട്ടുമ്പോ പിന്നെയും വില കൂടി. അന്നത്തെ ഒരു 50 പവൻ ഇന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ 40-50 ലക്ഷമാവും. ഒന്ന് ആലോചിച്ചോ, കെട്ടി തൂങ്ങി ചാവേണ്ടി വരും. എനിക്ക് കിട്ടിയ ഗോൾഡ് എന്റേത് മാത്രമാണ്. അത് വിറ്റതായാലും ശരി, പണയം വെച്ചതായാലും ശരി, എനിക്കത് എടുത്തു തന്നേ പറ്റൂ എന്നെങ്ങാനും പറഞ്ഞാലൊരു അവസ്ഥ ആലോചിച്ചോക്കാം. സംഗതി ചിലപ്പോൾ നമ്മൾ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ പൈസ ഷോർട്ടേജ് വന്നപ്പോൾ അതിലേക്ക് എടുത്തതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ അതിലേക്ക് എടുത്തതായിരിക്കും. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ ഈക്വാലിറ്റി കാണുന്നത് ഭർത്താവ് പാത്രം കഴുകണം, ഭർത്താവ് തുണി അലക്കണം, ഭർത്താവ് വീട് തൂത്ത് വൃത്തിയാക്കണം. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഈക്വാലിറ്റി കാണുള്ളൂ. അല്ലാതെ 50 ലക്ഷം റുപ്യന്റെ ഒരു വീട് വെക്കുമ്പോൾ 25 ലക്ഷം ഞാൻ ഉണ്ടാക്കാം, 25 ലക്ഷം നീ ഉണ്ടാക്ക് എന്നൊരു ഭാര്യന്റെ അടുത്ത് പറഞ്ഞാൽ നടക്കൂല. അവിടെ ഞങ്ങൾക്ക് ഈക്വാലിറ്റി ഇല്ല. എല്ലാത്തിനും അറിയില്ലേ. ഏതായാലും ഭാര്യമാരുടെ പണ്ടൊക്കെ എടുത്തിട്ട് പുട്ടടിച്ച് തീർക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ എന്റെ പൊന്നു മക്കളെ സൂക്ഷിച്ചോ.